ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ എപ്പോഴാണ് എടുക്കേണ്ടത്? എല്ലാ പ്രമേഹ രോഗികൾക്കുമുള്ള ഒരു സംശയമാണ്, ഒരു ആശങ്കയാണ്. ഒരു വിഭാഗംകാർക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഭയങ്കര ഭയമാണ്. കഴിയുന്നിടത്തോളം ഇൻസുലിൻ ഇഞ്ചക്ഷനുകളില്ലാതെ ചികിത്സിക്കുന്നതിന് ഡോക്ടർമാരോട് അഭ്യർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വായിച്ചും കേട്ടും കണ്ടും അറിവ് വർദ്ധിച്ചപ്പോൾ മറ്റൊരു കൂട്ടം രോഗികൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൂടിയേ തീരൂ. അവർ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വേണ്ടാത്ത സന്ദർഭങ്ങളിൽ പോലും ഇഞ്ചക്ഷൻ മാത്രം പോരെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുക: പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഏറ്റവും ഫലപ്രദവും എപ്പോഴും പ്രയോഗിക്കാവുന്നതും ഏറ്റവും ശക്തവും ഏറ്റവും സുരക്ഷിതവും 90 വർഷങ്ങളിലധികം നമ്മുടെ വിപണിയിലുള്ളതുമായ ഒരു ഔഷധം മാത്രമേ ഉള്ളൂ. അതാണ് ഇൻസുലിൻ. അതുകൊണ്ട് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നത് പോലെ തന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷനുകളെ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം. പക്ഷേ ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ കണ്ടുപിടിച്ച 1920കളിലെ പത്രങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇന്നും ഒരാശങ്ക മാത്രമേ ബാക്കിയുള്ളൂ: ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ എടുക്കുന്ന വേളയിൽ അതിൻ്റെ അളവ് കൂടിപ്പോയാലോ, ഭക്ഷണം കഴിക്കുന്നത് വൈകിപ്പോയാലോ, കൂടുതൽ വ്യായാമം ചെയ്താലോ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകാം. ആ അപകടകരമായ അവസ്ഥയെയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അത് ഉണ്ടാകാത്ത വിധം സുരക്ഷിതമായി ഗ്ലൂക്കോമീറ്ററിൽ പരിശോധനകൾ നടത്തി വേണം രോഗികൾ ഇൻസുലിൻ എടുക്കാൻ. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് കിടക്കാം: എപ്പോഴാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്? അത് പ്രമേഹം കണ്ടെത്തുന്ന വേളയിലാണോ, അതോ പ്രമേഹം വന്ന് 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണോ? അല്ല, പ്രമേഹ രോഗിക്ക് രക്തത്തിലെ പഞ്ചസാര അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന വേളയിൽ ഗുളികകൾ പരമാവധി ഡോസിൽ പ്രയോഗിച്ച് എന്നിട്ടും 250, 300, 400 മില്ലിഗ്രാമൊക്കെ ഷുഗർ കുറേ കാലം നിലനിന്ന ശേഷമാണോ ഇൻസുലിൻ തുടങ്ങേണ്ടത്? ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മറുപടി വളരെ വ്യക്തമായി തന്നെ ശാസ്ത്രലോകത്തിനറിയാം. 5-10 വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം ഡോക്ടർമാർക്ക് അറിയില്ലായിരുന്നു. പുത്തൻ ഗവേഷണ ഫലങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയ സത്യം: ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ എപ്പോഴാണോ വേണമെന്ന് വിദഗ്ധനായ ഡോക്ടർക്ക് തോന്നുന്നത് അപ്പോൾ തന്നെ രോഗി അത് എടുത്തു തുടങ്ങണം. ഗുളികകൾ പരമാവധി ഡോസിൽ ഉപയോഗിച്ച ശേഷം, അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാര 190, 200 ആയി കുറേ കാലം നിലനിന്ന ശേഷം, അല്ലെങ്കിൽ HbA1c 7 മുകളിൽ കുറേ മാസങ്ങൾ നിലനിന്ന ശേഷം ആയിരിക്കരുത് ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ തുടങ്ങേണ്ടത്. ഇൻസുലിൻ ഇഞ്ചക്ഷനുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുക എന്ന് മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് കേടുപാടുകൾ കൂടാതെ അത് സംരക്ഷിക്കുവാൻ കൂടിയാണ്. അതുകൊണ്ടാണ് നാം വീട് വയ്ക്കുമ്പോൾ മതിലുകൾ ചുറ്റും വേണമെന്ന് പറയുന്നത് പോലെ പ്രമേഹ രോഗം ചികിത്സിക്കുമ്പോൾ എപ്പോഴാണോ ഇഞ്ചക്ഷനുകൾ ആവശ്യമായിട്ട് തോന്നുന്നത്, അത് ആരംഭത്തിലാണ് എങ്കിൽ, കണ്ടെത്തുന്ന വേളയിൽ പഞ്ചസാര കൂടുതലാണ് എങ്കിൽ, ഒരുപക്ഷെ ചികിത്സിക്കുന്ന ഡോക്ടർ കുറച്ച് മാസങ്ങൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എഴുതി തന്നു എന്ന് വരും. ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് അത് ഒരു ദിവസം 3-4 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇൻസുലിൻ പമ്പിലൂടെയാണ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത് എങ്കിൽ ചികിത്സ ആധുനികമാണ്, അത്യന്താധുനികമാണ്,
വളരെ ഫലപ്രദമാണ്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കില്ല എന്നതാണ് സത്യം. ടൈപ്പ് 2 പ്രമേഹ രോഗികളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള പ്രമേഹ രോഗം അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ. അവർക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ മാത്രമായിട്ടല്ല ഉപയോഗിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്ക് ചികിത്സയ്ക്കായിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ മാത്രമല്ല വേണ്ടത്, ആ ഇഞ്ചക്ഷനോടൊപ്പം മറ്റ് ഗുളികകൾ കൂടി അത്യന്താപേക്ഷിതമാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ എല്ലാ പ്രമേഹ രോഗികൾക്കും ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ സ്വസ്ഥമായി സുഖമായി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുവാൻ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അത് വൈകിപ്പിക്കരുത്. അടുത്ത മാസം വീണ്ടും കാണും വരെ ജ്യോതിദേവ്സ് ഡയബറ്റിസ് ജെംസ് ടീമിൽ നിന്നും ഏവർക്കും നന്ദി, നമസ്കാരം.